ഇതിന് ആ ഒരു സംഭവത്തിൽ അന്നുണ്ടായിരുന്ന ആ ഡ്രൈവർ എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ ആ ഡ്രൈവറുടെ പേരിൽ ഒരുപാട് കുറ്റങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ ഡ്രൈവർ ശ്രദ്ധിച്ചില്ല, ആ ഡ്രൈവർ അശ്രദ്ധ കാരണമാണ്, ഓടിച്ച ബസ് സ്പീഡ് കൂടുതലാണ്, അങ്ങനെ ഒരുപാട് പരാതികളുണ്ടാവും. പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് രണ്ട് കൂട്ടരും രക്ഷപ്പെട്ടു. ആ കുട്ടിയും രക്ഷപ്പെട്ടു, ആ ഡ്രൈവറും രക്ഷപ്പെട്ടു. എന്തായാലും ആ ഡ്രൈവറെ ഇന്ന് നമ്മൾ യാദൃശികമായിട്ട് നമ്മളെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അസ്സലാമു വലൈക്കും സ്ലാം. എന്താ നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഷഹീദ്. തന്നെ? അതെ. നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴേ നമ്മളൊക്കെ പേടിച്ചു പോയി. കാരണം വെച്ചാൽ ആ രംഗം അങ്ങനെ ആയിരുന്നു. അതെ അതെ അതെ. എന്താണ് ആ ഒരു സംഭവം? എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എല്ലാവരും വീഡിയോയിൽ വ്യക്തമാണല്ലോ. ഞാൻ ബസ്സായിട്ട് അങ്ങനെ പോവായിരുന്നു കുട്ടികളെ എടുത്തിട്ട്. അപ്പോൾ അതൊരു വളവായിരുന്നു. ആ വളവിൽ നിന്ന് ആ ബൈക്ക് അത്രയും ഫാസ്റ്റിലാണ് അത് വരുന്നത്. അപ്പോൾ അത് എൻ്റെ ബസ്സിൻ്റെ ഫ്രണ്ട് മേൽഭാഗം കണ്ടതാണെന്ന് എന്നോട് പറഞ്ഞത്. ആ മഞ്ഞ ഭാഗം കണ്ട ഉടനെ തന്നെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മറിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ സ്ലിപ്പായിട്ട് നിരത്തിയിട്ട് ഫ്രണ്ട് വീലും കഴിഞ്ഞ് ബാക്ക് വീലും കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് എണീക്കേണ്ടത്. ഞാൻ എന്നെക്കൊണ്ട് കഴിയേണ്ട പരമാവധി ഇടത് ഭാഗത്തേക്ക് കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടങ്ങാറായിരുന്നു. അതാണ് ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ സൈഡ് മിററിലൂടെ റൈറ്റ് സൈഡിലെ മിററിൽ കൂടെ ബാക്കൊക്കെ നോക്കുമ്പോൾ ഓൻ എണീച്ച് പോകുന്ന രംഗാ കണ്ടത്. അപ്പോഴാണ് ഞാൻ അള്ളാഹ്ക്ക് സ്തുതി നൽകിയത്. നിങ്ങളെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ അനുഭവമാണോ? ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റും ഇങ്ങനൊരു സംഭവമൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. ഫസ്റ്റാണ് ജീവിതത്തിൽ.